ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർക്ക് സ്കൂൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ ഒരു ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ വരേണ്ട ചാപ്റ്റർ അല്ല എന്നും പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേടാ. അപ്പോ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ എന്താണ്, പക്കാ ജിയോഗ്രഫി ആണ്. പിന്നെ എന്താണ്, കുറച്ച് ഹിസ്റ്ററി പഠിച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്ക് എന്താണ്, കുറച്ച് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി, ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടി, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി തന്നേക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, ഈ 5ാമത്തെ ചാപ്റ്റർ. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വെറുതെ ഡെഫിനേഷൻസ് മാത്രം പഠിച്ചു പോകാനുള്ള ഒരു ചാപ്റ്റർ ആണ്. കൂടുതൽ ആനക്കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഇപ്പൊ നമ്മൾ 3ാമത്തെ പാഠമൊക്കെ പഠിച്ചപ്പോൾ കുറച്ച് ഡ്രൈ ചാപ്റ്റർ ആണ്, നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു 3ാമത്തെ ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ അല്ലേടാ. അപ്പോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് എൻജോയ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും കുറച്ച് ആസ്വദിച്ച് പഠിക്കാനും എളുപ്പത്തിൽ പഠിക്കാനും വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത്, ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നാണ് അല്ലേടാ. ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫിഗർ ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഒരു ചാപ്റ്റർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അത്ര വലിയ പാടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയണില്ല. കുഞ്ഞു കുഞ്ഞു കുറച്ച് ഡെഫിനേഷൻസ് ആ പറയണേ, കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളാ പറയണേ. അത് മനസ്സിലാക്കാൻ, അത് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോണത്. പൊതുവായിട്ട് പറഞ്ഞാല് ഈ ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ഈ ഒരു ചാപ്റ്റർ പക്കാ ജോഗ്രഫി ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ഇന്ത്യയിലെ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്കറിയാം അല്ലെ പിള്ളേർക്ക്, നിങ്ങൾക്ക് അതൊക്കെ അറിഞ്ഞൂടാ. അപ്പോ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നില്ല, കൂടുതലായിട്ട് ആനക്കാര്യങ്ങളായിട്ട് പഠിക്കേണ്ടി വന്നില്ല. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണില്ല, അതിനി പറഞ്ഞ് സമയം കളയണില്ല. വേഗം നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ എന്താന്ന് പറഞ്ഞുതരാം. എളുപ്പത്തിൽ തീരും, വളരെ എളുപ്പം തീരും. നമ്മ ഇപ്പൊ തന്നെ പഠിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എന്റെ മക്കളെ നിങ്ങൾ ഇത് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ പഠിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മക്കളെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിക്കും. ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. ഓരോ ക്വസ്റ്റിനും ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഇവിടെ ഒരു ചോദ്യമാണ്, വാട്ട് പ്രോബ്ലം അറൈസ് വെൻ പോപ്പുലേഷൻ ഇൻക്രീസസ്. ജനസംഖ്യ കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ജനസംഖ്യ കൂടിയാല്, പോപ്പുലേഷൻ കൂടിയാല് ഒരു നാട്ടില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ചോദ്യം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക? ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക? അതിലൊന്നാമത്തതാണ് പോവേർട്ടി, ദാരിദ്ര്യം. നമുക്കറിയാം ജനസംഖ്യ കൂടി അത്രയും പേർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അപ്പൊ അത് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. ഓക്കെ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ദാരിദ്ര്യം ഉണ്ടാവും, ഉറപ്പാണത്. കാരണം ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അത്രയും പേർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയൊക്കെ നമുക്ക് നടക്കണ കാര്യമില്ല. കാരണം കാർഷിക മേഖല എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൃഷിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ എന്തായാലും ഉണ്ടാവും. ഇനി എത്രയൊക്കെ കൃഷി ചെയ്താലും ജനസംഖ്യ കൂടിക്കഴിഞ്ഞു, ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നും പറ്റാവുന്ന കാര്യമല്ല, പറ്റുന്ന കേസല്ല. അതുകൊണ്ട് എന്ത് പറ്റും, ജനസംഖ്യ കൂടിയാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാകും. അടുത്തതാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. അടുത്ത എന്തുണ്ടാവും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും, തൊഴിലില്ലായ്മ ഉണ്ടാവും അല്ലെ. കൂടുതൽ ആൾക്കാരുണ്ടായാല് അത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള അവസ്ഥകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ രാജ്യത്ത് ഈ ലോകത്ത് എവിടെയും ഉണ്ടാവൂല. അപ്പോ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ കൂടും അല്ലെ. ജനസംഖ്യ കൂടിയാ ദാരിദ്ര്യം കൂടും, ജനസംഖ്യ കൂടിയാ ഒപ്പം തന്നെ എന്തും കൂടും, തൊഴിലില്ലായ്മയും കൂടും, അൺഎംപ്ലോയ്മെന്റും കൂടും. അടുത്തത് സ്റ്റാർവേഷൻ, ദാരിദ്ര്യം. പോവർട്ടി പട്ടിണി, സ്റ്റാർവേഷൻ ദാരിദ്ര്യം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, പട്ടിണി നടക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാനുള്ള, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റായികയാണ് പട്ടിണി എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പട്ടിണി തുടർച്ചയായിട്ടുണ്ടാവും, കുറെ നാളത്തേക്ക് ഉണ്ടാവും, അതാണ് ദാരിദ്ര്യം അല്ലെ. ഇത് കൂടാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാവും? ഇത് മാത്രമാണ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണോ മക്കളെ ഉണ്ടാവുക? ഇല്ല, നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരുപാട് എഴുതാം. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ശുദ്ധജലം കിട്ടൂല, ഡ്രിങ്കിങ് വാട്ടർ കിട്ടൂല, അത് നിങ്ങൾക്ക് എഴുതാം. ശുദ്ധജലം കിട്ടാത്ത കാര്യം എഴുതാം, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത കാര്യം എഴുതാം. ഇനി ഷെൽട്ടർ പ്രോബ്ലം, എല്ലാവർക്കും വീട് എന്നുള്ള ഒരു സ്വപ്നം നടക്കൂല, എല്ലാവർക്കും വീട് വെക്കാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും വീട് ഒരുക്കി കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഷെൽട്ടർ പ്രോബ്ലം ഉണ്ടാവും, ജലസൗകര്യം അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ജനസംഖ്യ കൂടിയാലുള്ള പ്രശ്നങ്ങൾ എഴുതാൻ പറ്റും. ഇതൊന്നും അത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ഇതൊക്കെ നമുക്ക് എന്താണ്, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ, എന്റെ മക്കളെ നിങ്ങളുടെ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഇതിനി കാണാപ്പാഠം പഠിക്കണോടാ, വേണോ വേണ്ട, ആർക്കും കാണാപ്പാഠം പഠിക്കണത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വിട്ടാൽ മതി. നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും ഇല്ലേ. ഒന്ന് ചിന്തിച്ചാൽ മതി, ജനസംഖ്യ കൂടിയാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നു, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോ അത്തരം കാര്യങ്ങൾ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ഇവിടുന്ന് പഠിക്കേണ്ട ആദ്യത്തെ ഡെഫിനേഷൻ ആണ് മക്കളെ ഇത്, ഈ ഒരു സാധനം. എന്താണ് പോപ്പുലേഷൻ, എന്താണ് ജനസംഖ്യ? ചിലപ്പോൾ 1 മാർക്കിന്റെ ഒരു ഡെഫിനേഷൻ ചോദിക്കും, ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരുപാട് ഡെഫിനേഷൻസ് ചോദിക്കും, 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. അപ്പൊ എന്തായാലും പഠിക്കണം, ഒരു ഡെഫിനേഷനും വിടാണ്ട് പഠിച്ചോളാം.
എന്താ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് എന്ത് പറയുന്നത് ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലഘട്ടത്തില് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലഘട്ടം, ഇപ്പൊ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം, ആ ഒരു 10 കൊല്ലം കൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഈ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര പേര് താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര പേര് താമസിക്കുന്നുണ്ടോ മൊത്തം ആൾക്കാരുടെ എണ്ണം. അപ്പൊ കേരളത്തില് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാരെ മൊത്തം എണ്ണത്തിന് എന്ത് പറയുന്നത് കേരളത്തിലെ പോപ്പുലേഷൻ, കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയായി. അപ്പൊ ഒരു കാലഘട്ടത്തില് നമ്മൾ എടുക്കുന്ന സമയപരിധിക്കുള്ളിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ നമ്മൾ എന്ത് വിളിക്കും? ഈ രാജ്യത്തെ ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഈ രാജ്യത്തെ എന്ത് വിളിക്കോടാ? ജനസംഖ്യ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ പോപ്പുലേഷൻ, ഇംഗ്ലീഷ് നമ്മള് പോപ്പുലേഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ച ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ? ആനക്കാര്യമൊന്നുമല്ലല്ല, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേടാ? അപ്പൊ ഇത്രയേ ഉള്ളൂടാ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അടുത്തതാണ് ഡെമോഗ്രഫി. എന്താണ് ഡെമോഗ്രഫി? നമ്മുടെ പാഠത്തിന്റെ പേരിന് ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പൊ എന്താണ് ഡെമോഗ്രഫി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡെമോഗ്രഫിക് ട്രെൻഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ഡെമോഗ്രഫി എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? അടുത്ത പഠിക്കാൻ പോണത്. എന്താണ് ഡെമോഗ്രഫി? ഡെമോഗ്രഫി എന്നാൽ എന്ത്? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താ ഡെമോഗ്രഫി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ്, സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്, സയൻസിന്റെ ഒരു ഭാഗമാണ്. ദാറ്റ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ സ്ട്രക്ചർ. പോപ്പുലേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. പോപ്പുലേഷൻ സ്ട്രക്ചർ, എങ്ങനത്തെ പോപ്പുലേഷൻ സ്ട്രക്ചർ? ജനസംഖ്യയുടെ ഘടന. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന. അപ്പൊ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യ ഘടന. ഈ ജനസംഖ്യയുടെ എന്ത് തരം ഘടന? ബർത്ത് റേറ്റ്, ജനന നിരക്ക്, ഡെത്ത് റേറ്റ്, മരണനിരക്ക്, മൈഗ്രേഷൻ, കുടിയേറ്റം, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെമോഗ്രഫി. അതായത് നമ്മുടെ പോപ്പുലേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? എത്ര പേര് ജനിക്കുന്നുണ്ട്, എത്ര പേര് മരിക്കുന്നുണ്ട്, എത്ര പേര് കുടിയേറി പോകുന്നുണ്ട്, ഒരു പ്രദേശത്തെ ജനസംഖ്യ സാന്ദ്രത എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെമോഗ്രഫി. ഇത്രയുള്ളോടാ സയൻസിന്റെ ബ്രാഞ്ച് ആണ് ഡെമോഗ്രഫി. അത് പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയുള്ള പോപ്പുലേഷൻ സ്ട്രക്ചർ? ബർത്ത് റേറ്റ് ഉണ്ട്, ജനന നിരക്കുണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, മരണനിരക്കുണ്ട്, മൈഗ്രേഷൻ കുടിയേറ്റമുണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രതയുമുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന, ഇത്തരം വിഷയങ്ങളെ പറ്റി പഠിക്കുന്ന, ഇത്തരം പോപ്പുലേഷൻ സ്ട്രക്ചറുകളെ പറ്റി പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെ, ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നതാ? ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? കൂടുതൽ ആനക്കാര്യമല്ലോ ഒന്നുമില്ലല്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലെ? ഇനി നോക്കാം, ഡെമോഗ്രഫി ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയെ പറ്റിയുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. നമ്മൾ ജനസംഖ്യയെ പറ്റി സിസ്റ്റമിക് ആയിട്ട് പഠിക്കുക, ഓക്കെ, ശാസ്ത്രീയമായിട്ട് പഠിക്കുക. അതല്ലാതെ തോന്നിയതുപോലെ ഒന്നും പറയുന്ന ഒരു കണക്കല്ല, ഒരു ഉദ്ദേശ കണക്കോ ഒന്നല്ല. അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെ പറ്റി നമ്മൾ ഒരു ഉദ്ദേശ പഠനം നടത്തുകയല്ല, കൃത്യമായിട്ടുള്ള പഠനം, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, അതിന്റെ ഒരു അണുവിട തെറ്റാതെ മാക്സിമം ശ്രദ്ധിച്ച് നടത്തുന്ന ഒരു പഠനം, അതാണ് എന്ത്? ഡെമോഗ്രഫി. അതല്ലാതെ നമ്മൾ എന്താണ് ഒരു ഉദ്ദേശ കണക്ക് വെച്ചാണ് ഡെമോഗ്രഫി പറയുന്നത്? അല്ല, അതാണ് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്, കൃത്യമാണ്, വ്യക്തമാണ്. ഓക്കെ, അതല്ലാതെ നമ്മൾ വിചാരിക്കണം എന്നാ ഇത്ര പേരുണ്ടാവും. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ ഏകദേശം ഒരു 4 കോടി ജനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 5 കോടി ജനങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഉദ്ദേശം കണക്കല്ല, ഏകദേശം എവിടെന്നോ വായു നിർത്തി നമ്മൾ പറയുന്ന കണക്കൊന്നല്ല. സിസ്റ്റമാറ്റിക് ആണ്, കൃത്യമാണ്, വ്യക്തമാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കണക്കാണ് എന്ത്? ഡെമോഗ്രഫി. ഈ ഡെമോഗ്രഫി എന്ന വാക്ക് എങ്ങനെയാ ഉണ്ടായത്? അത് ഡെമോസും അതുപോലെ തന്നെ ഗ്രഫീനും എന്ന് പറയുന്ന വാക്കുകളിൽ നിന്നാണ് വന്നത്. ഡെമോസ് എന്നാൽ പീപ്പിൾ, ഗ്രഫീൻ എന്നാൽ ഡിഫൈൻ. ഈ 2 വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഡെമോഗ്രഫി ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെമോസ് എന്ന വാക്കും ഗ്രഫീൻ എന്ന വാക്കും കൂട്ടിച്ചേർത്ത് കൊണ്ടുണ്ടാക്കിയ വാക്കാടാ ഏത്? നമ്മൾ പറയുന്ന ഡെമോഗ്രഫി. ഇറ്റ് സ്റ്റഡീസ് ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ട്രെൻഡുകൾ. ഈ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇപ്പൊ നമ്മൾ പറയും ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലെ? ട്രെൻഡിങ് ആവാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലനിൽക്കുന്നത് പുതിയതായിട്ട് വരുന്ന സാധനങ്ങൾ അല്ലെ, പുതുതായിട്ടുള്ളത്. ഇപ്പൊ ട്രെൻഡിങ് ആയ പാട്ട്, ട്രെൻഡിങ് ആയ സിനിമ,
ഹിറ്റായ സിനിമ, ഫേമസ് ആയ പാട്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ട്രെൻഡിങ് ആവാന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന കാര്യം അല്ലെ, പുതിയതായിട്ട് വരുന്നത് എന്താണ്, പുതുതായിട്ട് വരുന്നത് എന്താണ്. അപ്പോൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യക്ക് ഇപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ജനസംഖ്യ കൂടുകയാണോ, ജനസംഖ്യ കുറയുകയാണോ, കൂടാനുള്ള കാരണം, കുറയാനുള്ള കാരണം. അപ്പോ ഇതിങ്ങനെയുള്ള ട്രെൻഡിങ് ആയിട്ട് ജനസംഖ്യയുടെ ട്രെൻഡിങ്ങിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ഏത്? ഡെമോഗ്രഫി. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട എല്ലാ ട്രെൻഡുകളെ കുറിച്ചും അനലൈസ് ചെയ്യുന്ന, വിശകലനം ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ഏത്? ഡെമോഗ്രഫി. ഓക്കെ. പിന്നെ പ്രോസസ്, ജനസംഖ്യ കൂടാനുള്ള കാരണം, കുറയാനുള്ള കാരണം, എന്തുകൊണ്ടാണ്, സാമൂഹിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സമസ്ത മേഖലകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ഏത്? ഡെമോഗ്രഫി. അപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ട്രെൻഡുകളും അതിന്റെ പ്രോസസ്സുകളും, അത് കൂടാനുള്ള കാരണം, കുറയാനുള്ള കാരണം, നിലനിൽക്കാനുള്ള കാരണം, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി പോലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും സിസ്റ്റമാറ്റിക് ആയി, വ്യക്തമായി, കൃത്യമായി പഠിക്കുന്നതാണ് എന്ത്? ഡെമോഗ്രഫി. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേടാ? അപ്പോ ഇത്തരം ഈ ഒരു ബ്രാഞ്ച്, അപ്പൊ അങ്ങനെ പഠിക്കുന്ന ആ ഒരു സയൻസിന്റെ ബ്രാഞ്ചിനെ നമ്മൾ ഡെമോഗ്രഫി എന്ന് വിളിക്കും. ഇനി ആ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ഡെമോഗ്രഫി. ആ ഡെമോഗ്രഫിയെ തന്നെ നമുക്ക് രണ്ട് ബ്രാഞ്ചാക്കി മാറ്റാം. ഡെമോഗ്രഫിയെ തന്നെ നമുക്ക് രണ്ട് ബ്രാഞ്ചാക്കി മാറ്റാം. അതിലൊന്നാണ് സോഷ്യൽ ഡെമോഗ്രഫി, മറ്റൊന്നാണ് ഫോർമൽ ഡെമോഗ്രഫി. എന്തൊക്കെയാണ്? സോഷ്യൽ ഡെമോഗ്രഫിയും ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫിയും ഉണ്ട്. എന്തൊക്കെയുണ്ട് മക്കളെ? സോഷ്യൽ ഡെമോഗ്രഫിയും ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫിയും ഉണ്ട്. ഡെമോഗ്രഫിയുടെ രണ്ട് ബ്രാഞ്ച് ഏതാണെന്ന് ചിലപ്പോൾ വൺ വേർഡ് ചോദിച്ചേക്കാം. ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും. ഏതൊക്കെയാണ് മക്കളെ? സോഷ്യൽ ഡെമോഗ്രഫിയും ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫിയും ഉണ്ട്. ഓക്കെ. അത് ഓരോന്നും എന്താണെന്ന് ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതേ ഡെഫിനേഷൻ തന്നെ തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ് ദി സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ്. നോക്കിയേ, ഇത് ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. എന്താ? ഒരു പ്രദേശത്തെ സ്ട്രക്ചർ, പോപ്പുലേഷൻ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുക, അതിന്റെ കോസസ്, കാരണങ്ങളെ പറ്റി പഠിക്കുക, കൺസീക്വൻസ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കുക. ഇപ്പോ ഒരു പ്രദേശം നമ്മൾ കൺസിഡർ ചെയ്യാം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന ഏരിയ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന ഏരിയ, അല്ലെങ്കിൽ എറണാകുളത്തെ കൊച്ചി എന്ന ഏരിയ. അപ്പോ അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ, പ്രസിദ്ധമാണോന്നില്ല, ഏതെങ്കിലും ഒരു ഏരിയയെ കുറിച്ച് പഠിക്കുന്നു. അതിനാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ആ ഏരിയയിലെ പോപ്പുലേഷൻ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുക. അവിടെയുള്ള ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, അങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്ട്രക്ചറിനെയും അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം, ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ ബർത്ത് റേറ്റ് കൂടുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ജനിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ജനസംഖ്യ കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് അതിന്റെ കാരണം? ഇനി ജനസംഖ്യ കുറയുകയാണെങ്കിൽ അതിന് കാരണം എന്താണ്? ഇനി അതിന്റെ കോൺസീക്വൻസ്, കൺസീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ജനസംഖ്യ കൂടുന്നത് കൊണ്ട് ആ ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഇനി ജനസംഖ്യ കുറയുകയാണെങ്കിൽ അങ്ങനെ കുറയുന്നത് കൊണ്ട് ആ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, ആ നാട്ടിൽ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം, അതുകൊണ്ട് ആ നാട് നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കൺസീക്വൻസ്. അപ്പോ പോപ്പുലേഷനിലെ ആ ട്രെൻഡിങ്ങുകളിലെ കൺസീക്വൻസും അതിന്റെ കാരണങ്ങളും ഒരു ഏരിയയിലെ കോസസ് ആൻഡ് കൺസീക്വൻസിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നതാണ് മക്കളെ എന്ത്? സോഷ്യൽ ഡെമോഗ്രഫി. അപ്പോ ഒരു റീജിയനെ പറ്റിയാണ് പഠിക്കുന്നത്, ഒരു പ്രദേശത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ആ പ്രദേശത്തെ പോപ്പുലേഷൻ സ്ട്രക്ചറിൽ ചേഞ്ചസിനെ പറ്റി പഠിക്കുന്നു. ആ ചേഞ്ചസിനുണ്ടാകുന്ന കാരണങ്ങൾ, കോസസ് എന്തെല്ലാമാണെന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന കൺസീക്വൻസ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കുന്നു. അത്തരം പഠനത്തെയാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അപ്പോ ഇത്തരം പോപ്പുലേഷനിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ആ റീജിയനിൽ എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലംസ്, എക്കണോമിക് പ്രോബ്ലം, പൊളിറ്റിക്കൽ പ്രോബ്ലം എന്തൊക്കെ ഉണ്ടാകുമെന്നും നമ്മൾ പഠിക്കുന്നു. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പാറ്റേണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കുന്നു. ഓക്കെ. ജനസംഖ്യ കൂടിയാലും ജനസംഖ്യ കുറഞ്ഞാലും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു നാട്ടിൽ പല ചേഞ്ചസും ഉണ്ടാകും. ആ ചേഞ്ചസ് എന്തെല്ലാമാണെന്ന് പഠിക്കുകയും കൂടി ചെയ്യുന്നതാണ് മക്കളെ എന്ത്? സോഷ്യൽ ഡെമോഗ്രഫി. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ വ്യക്തമായി പഠിക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. ഒരു പ്രദേശം, ഒരു റീജിയനെ
പറ്റി മാത്രം പഠിക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. അതിലൂടെ അവിടെ ജനസംഖ്യ ഉണ്ടാകുന്ന വ്യത്യാസമുള്ള കാരണങ്ങൾ, കോസസ് എന്തെല്ലാമാണെന്ന് പഠിക്കുന്നു, കൺസീക്വൻസ് എന്തെല്ലാമാണെന്ന് പഠിക്കുന്നു. ജനസംഖ്യ കൂടിയാലും ജനസംഖ്യ കുറഞ്ഞാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനസംഖ്യ കൂടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജനസംഖ്യ കുറയുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. അത് മാത്രമല്ല, ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ആ നാട്ടിലുണ്ടാകുന്ന, ആ റീജിയനിൽ, ആ പ്രദേശത്തുണ്ടാകുന്ന എക്കണോമിക്കലി ഉള്ള പാറ്റേൺ, പൊളിറ്റിക്കലി ഉള്ള പാറ്റേൺ, സോഷ്യൽ പാറ്റേൺ, ഇതിലുണ്ടാകുന്ന ചേഞ്ചസ്. ഒരു നാട്ടിൽ ജനസംഖ്യ കൂടിയാലും ജനസംഖ്യ കുറഞ്ഞാലാകട്ടെ കൂടിയാലാകട്ടെ ഈ പറഞ്ഞ സോഷ്യൽ പാറ്റേണിലും എക്കണോമിക് പാറ്റേണിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാറ്റേണിലും വ്യത്യാസം ഉണ്ടാകും. ആ പാറ്റേണിലുള്ള ചേഞ്ചസിനെ കുറിച്ച് കൂടി പഠിക്കുന്ന ഡെമോഗ്രഫിയുടെ ഒരു ബ്രാഞ്ച് ആണ് മക്കളെ ഏത്? സോഷ്യൽ ഡെമോഗ്രഫി. ഏതാണ് മക്കളെ? സോഷ്യൽ ഡെമോഗ്രഫി. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ച് പറഞ്ഞു ഫോർമൽ ഡെമോഗ്രഫി. അതെന്താ? ഒന്ന് വായിച്ചു തരാം. It measures and analyzes the factors of population change. ഈ ജനസംഖ്യ മാറുന്നതിന്, ചേഞ്ച് ചെയ്യുന്നതിന്, കൂടുന്നതിനും കുറയുന്നതിനുമുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കും. ഓക്കെ, ഇതൊരു പ്രദേശത്തെ പറ്റി പഠിക്കുന്നതാണെങ്കിൽ ഇത് അതിനുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ജനസംഖ്യ മാറുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഫോർമൽ ഡെമോഗ്രഫി. സെൻസസ് ഈസ് ആൻ എക്സാമ്പിൾ. ഫോർമൽ ഡെമോഗ്രഫിക്ക് ഒരു എക്സാമ്പിൾ ആയത് സെൻസസ്. ഒരു 10 വർഷം കൂടുമ്പോൾ ഇന്ത്യ നടക്കുന്ന കണക്കെടുപ്പാണ് സെൻസസ്. ജനസംഖ്യയെ പറ്റി സെൻസസ് എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സെൻസസ്. അപ്പോ ഫോർമൽ ഡെമോഗ്രഫിയുടെ ഒരു എക്സാമ്പിൾ ആയത് സെൻസസ്. ഇറ്റ് കളക്ട് ആൻഡ് അനലൈസസ് ഡാറ്റ ഓൺ population size, age structure, gender ratio, socio-economic status of the country. അപ്പൊ സെൻസസിലൂടെ എന്താ? ഒരു രാജ്യത്തെ നോക്കിയേ പോപ്പുലേഷൻ സൈസ്, ജനസംഖ്യയുടെ സൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഏജ് സ്ട്രക്ചർ, പ്രായഘടന, ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളതെന്ന് അറിയാൻ പറ്റും. ജെൻഡർ റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം, എത്ര സ്ത്രീകളും എത്ര പുരുഷന്മാരുണ്ടെന്നുള്ള റേഷ്യോ, നമ്മളൊരു അനുപാതം, ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ നമുക്ക് കിട്ടും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്റ്റാറ്റസ് എന്തെല്ലാമാണ്. അപ്പോ ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ മനസ്സിലാക്കി തരുന്നത് എന്തിലൂടെയാണ്? സെൻസസിലൂടെയാണ്. ആ സെൻസസ് എന്തിന് എക്സാമ്പിൾ ആണ്? ഫോർമൽ ഡെമോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോ നമ്മൾ പറഞ്ഞ സോഷ്യൽ ഡെമോഗ്രഫി ഒരു റീജിയനെ പറ്റിയുള്ള പഠനമാണെങ്കിൽ ഫോർമൽ ഡെമോഗ്രഫി ഒരു രാജ്യത്തെ പറ്റിയുള്ള പഠനമാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ ഡെമോഗ്രഫി കൊച്ചി, എറണാകുളം, കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്, ആലപ്പുഴ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചേർത്തല അങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ സോഷ്യൽ ഡെമോഗ്രഫി. ഇന്ത്യ എന്ന രാജ്യത്തെ പറ്റി മൊത്തം പഠിക്കുന്നതാണെങ്കിൽ ഫോർമൽ ഡെമോഗ്രഫി. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫോർമൽ ഡെമോഗ്രഫിക്ക് ഒരു എക്സാമ്പിൾ ആണ് മക്കളെ ഏത്? സെൻസസ്. അപ്പോ ഇത് ചോദിക്കും. ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ച് ഡിഫൈൻ ചെയ്യാൻ എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഫിനേഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോഷ്യൽ ഡെമോഗ്രഫി ആണെങ്കിൽ ഒരു റീജിയൻ, ഫോർമൽ ഡെമോഗ്രഫി ആണെങ്കിൽ ഒരു കൺട്രി. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും മാറിപ്പോകും. അപ്പോ നന്നായിട്ട് ഇത് പഠിച്ചു പോയേക്കണം. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേടാ? അടുത്തതാണ് നമ്മൾ സെൻസസിനെ പറ്റി പറഞ്ഞു അല്ലേ? ഇന്ത്യയില് സെൻസസ് നടത്തുന്നത് ആരാ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദിക്കുന്ന ഒരു 1 വേർഡ് ആണ്. എന്തായാലും ചോദിക്കുന്ന ഒരു 1 വേർഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. എന്താണ്? ഇന്ത്യയിലെ സെൻസസ് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ നടത്തുന്നത് ആരാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഈ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഈ ഒരു ഓഫീസിനാണ് ഇന്ത്യയിൽ സെൻസസ് നടത്താനുള്ള അധികാരം. ആർക്കാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർക്കാണ് ഇന്ത്യയിൽ സെൻസസ് നടത്താനുള്ള അധികാരം, സെൻസസ് ആക്ടിവിറ്റീസിൽ ഇടപെടാനുള്ള അധികാരം, സെൻസസ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനുള്ള അധികാരം. അപ്പോ അത് നോക്കി വെക്കാം. ഇന്ത്യയിൽ സെൻസസ് നടത്താൻ അധികാരമുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥൻ, ഒരേ ഒരു വകുപ്പ് ഏതാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഏതാടാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. അതെന്തായാലും ചോദിക്കുന്ന ഒരു 1 വേർഡ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് എപ്പോഴാ? 10 വർഷത്തിലൊരിക്കലാ. എപ്പോഴാ? 10 വർഷത്തിലൊരിക്കലാ. ഇന്ത്യയിൽ ലാസ്റ്റ് ആയിട്ട് സെൻസസ് നടന്നത് 2011. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ 2021 നടക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം.
ചോദിച്ചേക്കാം. നിങ്ങൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, 10 വർഷത്തിൽ നടക്കും എന്ന് പറഞ്ഞ് 2011 അവസാനം നടന്നത്, എന്തുകൊണ്ട് 2021 നടന്നില്ല? കൊറോണ പോലുള്ള പ്രശ്നങ്ങൾ കാരണം 2021 സെൻസസ് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു സെൻസസ് 2026 7 നടക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കാം, ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011 21 നടന്നിട്ടില്ല. 27 26 സെൻസസ് നടന്നേക്കാം. ഇനി ഇന്ത്യയിൽ സെൻസസ് ആക്ടിവിറ്റീസ് നടത്തുന്നത് ആരാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ സെൻസസ് ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നത് ആരാടാ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയിൽ 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതും കൂടി നിങ്ങൾ അങ്ങോട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് 4 മാർക്കിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി, ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ആദ്യത്താണ് മൈഗ്രേഷൻ, കുടിയേറ്റം. ഓക്കെ, ഇതിപ്പോ മനസ്സിലാക്കി വെക്കാം. ഇത് ഓരോന്നും എന്താന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പേര് മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്ത ഓരോ സ്ലൈഡിലും ഓരോന്നും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ എന്ത് മാത്രം നോക്കി വെച്ചാൽ മതി? പേര് മാത്രം നോക്കി വെക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി ഏതാന്ന് ചോദിച്ചാൽ മൈഗ്രേഷൻ ഉണ്ടാകും, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ജനസാന്ദ്രത, ഫീമെയിൽ മെയിൽ റേഷ്യോ, ചൈൽഡ് സെക്സ് റേഷ്യോ. ഓക്കെ, ഫീമെയിൽ മെയിൽ റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ ചൈൽഡ് സെക്സ് റേഷ്യോ, കുട്ടികളിലെ പെൺകുട്ടി ആൺകുട്ടി ആ ഒരു അനുപാതം, ആ ഒരു റേഷ്യോനെ എന്ത് പറയുന്നത്? ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം, എത്ര നാൾ ഒരാൾ ജീവിക്കും എന്നുള്ളതാണ് എന്ത്? ലൈഫ് എക്സ്പെക്ടൻസി അഥവാ ആയുർദൈർഘ്യം. ഏജ് സ്ട്രക്ചർ, പ്രായഘടന, ഏത് പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏജ് സ്ട്രക്ചർ. ഡിപ്പെൻഡൻസി റേഷ്യോ, അതെന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോ ഇതെല്ലാമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഡെമോഗ്രഫിയെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട, ഡെമോഗ്രഫി പഠിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഡെമോഗ്രഫി പഠിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഇതൊരു 4 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷക്ക് കാണാൻ കഴിയും. 4 മാർക്കിന് പരീക്ഷക്ക് മക്കളെ കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. അപ്പൊ ചുരുങ്ങിയത് ഒരു 6 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. 6 എണ്ണം നിങ്ങൾ ഇതിന് എന്ത് ചെയ്യണം മക്കളെ? പഠിച്ചു വെക്കണം. 6 എണ്ണം പഠിച്ചു വെക്കണം. 6 എണ്ണം പഠിച്ചു വെച്ചാലേ 4 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്തേക്കാം? അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഓരോന്ന് എന്താന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പഠിച്ചത് മൈഗ്രേഷനെ പറ്റിയാണ്. എന്താണ് മൈഗ്രേഷൻ? കുടിയേറ്റം. കുടിയേറ്റമാണ് മൈഗ്രേഷൻ. നോക്കിയേ, it is the permanent or temporary settlement of people from one region to another. Okay, ടെമ്പററി ഓർ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ആളുകൾ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ. ഞാനിപ്പോ കുറെ നാൾ ഇവിടെ കൊടുങ്ങല്ലൂർ ജീവിച്ചിരിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി, അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ കോഴിക്കോട്ടേക്കോ കണ്ണൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ പോയി. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? കുടിയേറ്റം. താൽക്കാലികമായിട്ട് പോകുന്നതാവട്ടെ, സ്ഥിരതാമസമാക്കാൻ പോകുന്നതാവട്ടെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനെ വിളിക്കുന്ന പേരാടാ എന്ത്? മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം. ഈ മൈഗ്രേഷനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാടാ? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 തരത്തിലുണ്ട് മൈഗ്രേഷൻ. അതിലൊന്ന് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്, മറ്റൊന്ന് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. 2 തരം കുടിയേറ്റമുണ്ട്, ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും. എന്തൊക്കെയാടാ? ഇന്റേണലും ഇന്റർനാഷണലും. ഇന്റേണലും ഉണ്ട്, ഇന്റർനാഷണലും ഉണ്ട്. 2 തരം മൈഗ്രേഷൻ ഉണ്ട്. എന്താ ഇന്റേണലിന്റെ പ്രശ്നം? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് അകത്ത് തന്നെ, ഓക്കെ, ഒരു രാജ്യത്തിന് അകത്ത് തന്നെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മൈഗ്രേഷൻ. നമ്മൾ കുടിയേറി പാർക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അകത്ത് തന്നെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും, അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. നാട്ടിൽ പണിക്ക് ഒരുപാട് ബംഗാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ബംഗാളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ട്, ഒരുപാട് ഹിന്ദിക്കാർ വരുന്നുണ്ട്, ഒറീസക്കാർ വരുന്നുണ്ട്, രാജസ്ഥാനികളും ഗുജറാത്തികളും വരുന്നുണ്ട്, അതും ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. രാജ്യത്തിന്റെ അകത്ത് തന്നെയാണ്, രാജ്യം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ രാജ്യത്തിന്റെ അകത്തുള്ള കുടിയേറ്റം, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് രാജ്യത്തിന്റെ അകത്തുള്ള കുടിയേറ്റത്തെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഇന്റർനാഷണൽ എന്തായിരിക്കും? സിമ്പിൾ ആണ്. രാജ്യത്തിന് പുറത്തേക്ക് പോവാ. ഇപ്പൊ ഒരുപാട് പേര് പഠിക്കാൻ കാനഡയിലേക്കും യൂറോപ്പിലേക്കും ന്യൂസിലാൻഡിലേക്കും ജർമ്മനിയിലേക്കൊക്കെ പോകുന്നുണ്ട് ഇല്ലേ? അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. ഇവിടുന്ന് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു. അതെന്താണ്? ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അപ്പോ ഒരു രാജ്യത്തിന് അകത്തുള്ള മൈഗ്രേഷൻ ഇന്റേണൽ മൈഗ്രേഷൻ, ഒരു രാജ്യത്തിന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ ഇന്റർനാഷണലും. രാജ്യത്തിന് അകത്ത് തന്നെയുള്ളത് ഇന്റേണലും, രാജ്യത്തിന് പുറത്തേക്കുള്ളത് ഇന്റർനാഷണൽ മൈഗ്രേഷനുമാണ്. സിമ്പിൾ അല്ലേ? ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ is called internal migration. Migration across countries border is generally called international migration. അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഇനി നിങ്ങൾ കാണാ പടം പഠിക്കണോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി. ഇന്റർണൽ എന്താണ്, ഇന്റർനാഷണൽ എന്താണ്. അത് വെച്ച് ആർക്കാണ് എഴുതാൻ അറിയാത്തത്? ഇപ്പൊ ബംഗാളികൾ ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നത് എഴുതാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ പോണത് എഴുതാം, നമ്മൾ ജോലി അന്വേഷിച്ച് മലയാളികൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എഴുതാം. ഇതൊക്കെ നമുക്ക് എന്താണ്? ഇന്റേണൽ മൈഗ്രേഷൻ എഴുതാൻ പറ്റും. എക്സ്റ്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ അല്ലേ? ജോലി അന്വേഷിച്ച് പോകുന്നു, ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് പോകുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. പഠിക്കാനായിട്ട് യൂറോപ്പിലേക്ക് പോകുന്നത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇന്റർനാഷണൽ മൈഗ്രേഷനും എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. അപ്പോ അതിന് വളരെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതൊന്നും പഠിച്ച് മക്കൾ സമയം കളയണ്ട. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെറുതെ ഇനി കാണാപ്പാഠം പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, അടുത്തതാണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ജനന നിരക്കും മരണ നിരക്കും. എന്താണ് ജനന നിരക്കും മരണ നിരക്കും? ഓക്കെ, ബർത്ത് റേറ്റ് ഈസ് എ നമ്പർ ഓഫ് ലിവ് ബർത്ത് പെർ 1000 ഓഫ് ദി പോപ്പുലേഷൻ. 1000 പേരില് എത്ര പേർക്ക് ജനനം നൽകുന്നു, 1000 പേരെടുത്താൽ എത്ര പേർക്ക് ജനനം നൽകുന്നു എന്ന കണക്കാണ് ബർത്ത് റേറ്റ്. നമ്പർ ഓഫ് ലിവ് ബർത്ത് പെർ 1000. 1000 പേരെടുത്താൽ എത്ര പേർക്ക് ജനനം നൽകുന്നു എന്നുള്ള കണക്കാണ് എന്ത്? ബർത്ത് റേറ്റ് പറയുന്നത്. ബർത്ത് റേറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെത്ത് റേറ്റ് എന്താ? ഡെത്ത് റേറ്റ് എന്താ? 1000 പേരെ എടുത്താൽ എത്ര പേര് മരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ഡെത്ത് റേറ്റ്. നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോ 1000 പേരെ എടുത്താൽ എത്ര പേര് മരിക്കുന്നു എന്ന് പറയുന്നത് ഡെത്ത് റേറ്റും, 1000 പേരെടുത്താൽ എത്ര പേർക്ക് ജനനം നൽകുന്നു എന്ന് പറയുന്നത് ബർത്ത് റേറ്റുമാണ്. സിമ്പിൾ അല്ലേ? 1000 പേരെടുത്താൽ എത്ര പേര് ജനിക്കുന്നു അല്ലെങ്കിൽ ജനിപ്പിക്കുന്നു അല്ലെങ്കിൽ ജനനം നൽകുന്നു നോക്കിയാൽ ബർത്ത് റേറ്റ്. 1000 പേരിൽ എത്ര പേര് തട്ടിപ്പോകുന്നു, എത്ര പേര് മരിച്ചു പോകുന്നു നോക്കിയാൽ ഡെത്ത് റേറ്റ്. സിമ്പിൾ അല്ലേ ഡെഫിനിഷൻ? രണ്ടും 1000-ലാണ്. രണ്ടും ബർത്ത് റേറ്റ് ആയാലും ഡെത്ത് റേറ്റ് ആയാലും പറയുന്നത് 1000-ലാണ്. ഇനി അടുത്തതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ഡെൻസിറ്റി അല്ലേടാ? മാസ് ബൈ വോളിയം ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. അതേപോലെ തന്നെയാണ് 1000 കിലോഗ്രാം, അങ്ങനെ മാസ് ബൈ വോളിയം. നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാനിപ്പോ കൂടുതൽ പറഞ്ഞില്ല. ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം മാസ് ബൈ വോളിയം എന്തെന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണോ? ഇവിടെ മാസ് ബൈ വോളിയം ആണോ? ഫിസിക്സിലെ ഡെൻസിറ്റി ആണോ ഈ ഡെൻസിറ്റി? ഫിസിക്സിലെ ഡെൻസിറ്റി ആണോ ഈ ഡെൻസിറ്റി? അല്ല. എന്താ? പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഡിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിംഗ് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും ഭാഗം എന്താ? ഇത്രയും ഭാഗം നമുക്ക് എന്താ? പോപ്പുലേഷന്റെ ഡെഫിനേഷൻ ആണ്. ഇത്രയും ഭാഗം പോപ്പുലേഷന്റെ ഡെഫിനേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞതാണ്, അതിന് വീണ്ടും പഠിക്കണമെന്നില്ല. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ചോദിച്ചാൽ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ. 1 കിലോമീറ്റർ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു എന്ന കണക്കാണ് എന്ത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഞാൻ 1 കിലോമീറ്റർ ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര കുടുംബങ്ങൾ അല്ലെങ്കിൽ എത്ര പേര് താമസിക്കുന്നുണ്ട് എന്ന് പറയുന്ന കണക്കാണ് മക്കളെ എന്ത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. ഓക്കെ, 1 കിലോമീറ്ററിനകത്ത് എത്ര പേര് താമസിക്കുന്നു, 1 കിലോമീറ്ററിനകത്ത് 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട് എന്ന കണക്കാണ് എന്ത് മക്കളെ? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അഥവാ ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് പഠിക്കണം. സിമ്പിൾ ഡെഫിനേഷൻ എന്താ? ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട് എന്ന കണക്കാണ് മക്കളെ എന്ത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? 3 ഡെഫിനിഷൻ സിമ്പിൾ അല്ലേ? ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞില്ലേ? 3 ഇൻഡിക്കേറ്റർ ഒറ്റയടിക്ക് പഠിച്ചില്ലേ? 3 ഇൻഡിക്കേറ്റർ ഒറ്റയടിക്ക് പഠിച്ചില്ലേ? ഇതാണ് പറയുന്നത് ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഏത്? ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയാസ്. ജനസാന്ദ്രത കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നിടത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താടാ? ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നിടത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ? ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസ് അല്ലെ? തുറന്ന സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് മൈതാനങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോ നമ്മൾ ഒരു ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്താണ്?
മൈതാനങ്ങൾ ഉണ്ടാകും, ആളുകൾക്ക് വന്നിരുന്ന് കൂടി സംസാരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൊച്ചിയിലേക്കൊക്കെ പോയാൽ എന്താണ്, അവിടെ ഓപ്പൺ സ്പേസ് കുറവാണ്. അവിടെ എല്ലായിടത്തും ബിൽഡിങ്ങും എല്ലായിടത്തും ഷോപ്പിംഗ് കോംപ്ലക്സും ബിൽഡിങ്ങും മാളുകളും ഒക്കെയാണ് അല്ലേ. അപ്പോ എന്താണ്, ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയാസിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും, അവിടെ ഓപ്പൺ സ്പേസ് കുറയും, തുറന്ന സ്ഥലങ്ങൾ കുറയും, തുറസായ സ്ഥലങ്ങൾ കുറവായിരിക്കും. അടുത്തത് എല്ലാവർക്കും അറിയാം, പൊല്യൂഷൻ, മലിനീകരണം കൂടും. ജനങ്ങൾ തിങ്ങി താമസിക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും, മലിനീകരണം ഉണ്ടാവും. അടുത്താണ് ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, ശുദ്ധജല ലഭ്യത കുറയും ഇല്ലേ. ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു, ശുദ്ധജലം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ശുദ്ധജല ലഭ്യത കുറയും, വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ക്രൗഡിങ്, തിരക്കുകൾ ഉണ്ടാവും. നമുക്ക് കൊച്ചിയിലേക്ക് ഇപ്പൊ വളരെ എളുപ്പത്തിൽ പോയി വരാൻ പറ്റൂ ഇല്ല, തിരുവനന്തപുരത്ത് പോയി വരാൻ പറ്റൂ, തൃശ്ശൂർ പോയി വരാൻ പറ്റൂ ഇല്ല. കാരണം ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് പറ്റും, സ്വാഭാവികമായിട്ട് തിരക്കുകൾ ഉണ്ടാവും, ബ്ലോക്കുകൾ ഉണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്രൗഡിങ് ഉണ്ടാവും. അപ്പോ അടുത്ത നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർമേഷൻ ഓഫ് സ്ലംസ്, ചേരികളുടെ രൂപീകരണത്തിലേക്ക് വഴിവെക്കും. ചേരി എന്ന് പറഞ്ഞാൽ എന്താ, അടുപ്പിച്ചടുപ്പിച്ച് വീടൊന്നും ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിക്കും. ഒരു പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ചേരി, സ്ലം എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ ധാരാവി എന്ന് പറഞ്ഞ ചേരിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അവിടേക്ക് എന്താണ് 10,000-15,000 ആളുകൾ താമസിക്കുന്നുണ്ട്, വളരെ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇത് ധാരാവി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകൾ തിങ്ങി താമസിക്കുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടും, ചേരികൾ, സ്ലംസുകൾ രൂപപ്പെടും. അവിടെ ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കും, നമുക്കറിയാം ഡിസീസുകൾ ഒരുപാട് പടർന്നു പിടിക്കും, നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ട്രാഫിക് ബ്ലോക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ട്രാഫിക് ബ്ലോക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ട്രാഫിക് ബ്ലോക്ക് എഴുതാൻ പറ്റും, അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്, കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, പഠിക്കേണ്ടി വന്നില്ല. ഒന്ന് ആലോചിച്ചാൽ മാത്രം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് അല്ലേടാ. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അടുത്തതാണ് മെയിൽ ഫീമെയിൽ റേഷ്യോ. മെയിൽ ഫീമെയിൽ റേഷ്യോ, അതിനെ തന്നെയാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാലും സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാലും മക്കളെ രണ്ടല്ല, ഒന്നാണ്. മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നതും സെക്സ് റേഷ്യോ എന്ന് പറയുന്നതും മക്കളെ രണ്ടും ഒന്ന് തന്നെയാണ്. എന്താ നോക്കിയടാ, സെക്സ് റേഷ്യോ ഇസ് ദി നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പ്രദേശത്ത് 1000 മെയിൽസിനെ എടുത്തു കഴിഞ്ഞാല്, 1000 മെയിൽസിനെ എടുത്തു കഴിഞ്ഞാല് എത്ര ഫീമെയിൽസ് ഉണ്ട് എന്ന് പറയുന്ന, എത്ര ഫീമെയിൽസ് ഉണ്ട് എന്ന് പറയുന്ന കണക്കിനെയാണ് മക്കളെ എന്ത് പറയുന്നത്, എത്ര ഫീമെയിൽസ് ഉണ്ടെന്ന് പറയുന്ന കണക്കിനാണ് എന്ത് പറയുന്നത്, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 1000 മെയിൽസ് എടുത്താൽ എത്ര ഫീമെയിൽസ്, 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് ഉണ്ടെന്ന് പറയുന്ന കണക്കിനെയാണ് മക്കളെ എന്ത് പറയുന്നത്, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ. അപ്പൊ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന റേഷ്യോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൽ ഫീമെയിൽ റേഷ്യോ. ഒരു പ്രദേശത്ത് ഞാനിപ്പോ കൊച്ചിയിൽ പോയിട്ട് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട്, അവിടെയുള്ള 1000 പുരുഷന്മാരെയും എത്ര സ്ത്രീകളുണ്ടെന്ന് നോക്കുന്ന ആ ഒരു കണക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, മെയിൽ ഫീമെയിൽ റേഷ്യോ അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൈൽഡ് സെക്സ് റേഷ്യോ എന്താ, ചൈൽഡ് സെക്സ് റേഷ്യോ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. ഇതാ നമ്മൾ നോക്കാം. ചൈൽഡ് സെക്സ് റേഷ്യോ ആകുമ്പോ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 1000 ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു. 1000 ബോയ്സിന് എത്ര ഗേൾസ് ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്, എത്ര ഗേൾസ് ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്, ചൈൽഡ് സെക്സ് റേഷ്യോ. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 1000 ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുന്നതാണ് ചൈൽഡ് സെക്സ് റേഷ്യോ. ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ചൈൽഡ് സെക്സ് റേഷ്യോ. മെയിൽ ഫീമെയിൽ റേഷ്യോ അല്ലെങ്കിൽ സെക്സ് റേഷ്യോ ചോദിച്ചാൽ എന്താ, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് പറയുന്ന കണക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൽ ഫീമെയിൽ റേഷ്യോ അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. രണ്ടും സിമ്പിൾ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചൈൽഡ് സെക്സ് റേഷ്യോ ആകുമ്പോൾ 0 മുതൽ 6 വയസ്സുള്ള കുട്ടികളുടെ കേസാണ്. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ചൈൽഡ് സെക്സ് റേഷ്യോ നമ്മൾ പറയേണ്ടത്. ഓക്കെ, അടുത്തതാണ് ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം. ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ മക്കളെ വേറൊന്നുമില്ല, ഒരാൾ അയാളുടെ ആയുസ് എത്ര നാളുണ്ട്, ഞാനിപ്പോ എത്ര നാൾ ജീവിച്ചിരിക്കും എന്ന് പറയുന്നതാണ് എന്റെ എന്തെന്ന് പറയുന്നത്, ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തി എത്ര നാൾ ജീവിക്കും എന്ന് പറയുന്നതാണ് മക്കളെ എന്ത്, ലൈഫ് എക്സ്പെക്ടൻസി അഥവാ ആയുർദൈർഘ്യം. A person's life expectancy is an estimate of how long
ഹി ലിവ്സ് ഓൺ ആൻ ആവറേജ്. ഏകദേശം ആൾ എത്ര നാൾ ജീവിക്കും എന്ന് പറയുന്നതാണ് എന്ത് ആയുർദൈർഘ്യം. അത് ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും. ഞാനൊരു 65 വയസ്സിൽ മരിച്ചു പോയാൽ ചിലപ്പോൾ വേറൊരാൾ മരിക്കുന്നത് 68 വയസ്സിലായിരിക്കാം. ചിലപ്പോൾ ഒരാൾ 60 വയസ്സിൽ മരിക്കാം, ചിലർ 50 വയസ്സിൽ മരിക്കാം, ചിലപ്പോൾ 75-ലോ 100-ലോ 110-ലോ 120-ലോ ഒക്കെ മരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? പല പ്രായത്തിൽ മരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ആയുർദൈർഘ്യം എങ്ങനെ കണക്കാക്കാം? അപ്പൊ നമ്മൾ ആവറേജ് എടുക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവറേജ്, ഈ മരിക്കുന്ന ആൾക്കാരെയൊക്കെ ആവറേജ് കാണും. അതായിരിക്കും ആ രാജ്യത്തിന്റെ എന്തെന്ന് പറയുന്നത് ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആയുർദൈർഘ്യം അഥവാ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരാൾ എത്ര നാൾ ജീവിക്കും എന്ന് പറയുന്നതാണ് എന്ത് ലൈഫ് എക്സ്പെക്ടൻസി അഥവാ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി it is determined on the basis of death rate of each age group in a particular area. ഒരു പ്രദേശത്തെ ഓരോ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകളും എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കാറ് ആയുർദൈർഘ്യം അഥവാ ലൈഫ് എക്സ്പെക്ടൻസി കണക്കാക്കാറ്. ഇത്രയേ ഉള്ളൂ. ഒരാള് ആവറേജ് എത്ര നാൾ ജീവിക്കും എന്ന് പറയുന്നതാണ് ആയുർദൈർഘ്യം അഥവാ ലൈഫ് എക്സ്പെക്ടൻസി. ആയുർദൈർഘ്യം അഥവാ ലൈഫ് എക്സ്പെക്ടൻസി അതങ്ങോട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി what are the factors contribute to the high life expectancy rate in Kerala? Important. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളത്തിൽ ആയുർദൈർഘ്യം കൂടാനുള്ള കാരണങ്ങൾ ഒന്നാമതാണ് ഹൈ ലിറ്ററസി റേറ്റ്. നമുക്ക് എന്താണ് വിവരവും വിദ്യാഭ്യാസവും കൂടുതലാണ്, ബുദ്ധിയും ബോധമുള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് അസുഖം വന്ന ആശുപത്രിയിൽ പോകും. നമ്മൾ പശുവിന്റെ മൂത്രം കുടിക്കാൻ പോവാറില്ല, തൊഴുത്തിൽ കയറി കിടക്കാൻ പോവാറില്ല, പശുവിന്റെ അടുത്ത് പോയി പറയാറില്ല അല്ലേ? നമ്മൾ അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? ഇല്ല. അസുഖം വന്നാൽ നമ്മൾ അവിടെ പോകും, ആശുപത്രിയിൽ പോകും. അതുകൊണ്ടാണ് ലിറ്ററസി റേറ്റ്. നമുക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് അസുഖം വന്നാലും ചികിത്സിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് പോകുമ്പോൾ എന്താണ്, അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അവരെന്താ ചെയ്യാ? അവര് ഞാൻ കളിയാക്കി പറയല്ല, കുറ്റം പറയല്ല. അവർക്ക് എന്താണ് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ആശുപത്രിയിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് കുറവാണ്. നേരെ മറിച്ച് അവരെന്താ ചെയ്യാ? ആദ്യം തന്നെ എന്നിട്ട് നേരെ ഈ പറഞ്ഞ രീതിയിലേക്കാണ് അവർ പോവുക. ഓക്കെ, അതെന്താണ് അവരുടെ വിവരത്തിന്റെ കുറവാണ്, അതായത് അവർക്ക് വിദ്യാഭ്യാസം കിട്ടാത്തതിന്റെ കുറവാണ്. നമുക്ക് എന്താണ് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് മലയാളികൾക്ക് എന്ത് കൂടിയത്? ആയുർദൈർഘ്യം കൂടിയത്. അതിന് ഒന്നാമത്തെ കാരണം ഇതാണ്. അത് മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, വിവരവും വിദ്യാഭ്യാസം ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയലാണ്. എഴുതാനും വായിക്കാനും മാത്രമല്ല മലയാളികൾ എല്ലാവരും എന്താണ് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ്. മലയാളികൾ എല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇപ്പൊ ആരും 10ാം ക്ലാസ്സിന് പഠിപ്പെടുത്തണമെന്നില്ല, 5ാം ക്ലാസ് ആയിട്ട് പഠിക്കാതിരിക്കണമെന്നില്ല. നമ്മുടെയൊക്കെ പാരന്റ്സിനോടോ ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സിലോ പഠിപ്പെടുത്തിയവരായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ആരുമില്ല. ഇപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട്. മിനിമം ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആളുകൾ പഠിക്കുന്നുണ്ട്. ബിടെക്, ബി.എഡ് അല്ലെങ്കിൽ ഡിഗ്രി, ബി.എസ്.സി ഫിസിക്സ്, ബി.എസ്.സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസം ഉയർന്നു, വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അസുഖങ്ങളൊക്കെ വന്നാൽ ചികിത്സിക്കാനുള്ള ബുദ്ധിയും ബോധവും ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വരും. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതാണ് ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി. നോക്കിയേ, വികേന്ദ്രീകൃതമായ പബ്ലിക് ഹെൽത്ത് ഉണ്ട്. നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാരിന് കീഴിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ ആദ്യം പനി വന്നാലൊക്കെ എന്താ ചെയ്യാം? വീടിന്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലാ പോവാ. അവിടെ നിന്ന് മാറില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലേക്കൊക്കെ അങ്ങനെയാ പോവാ. അതല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാറുണ്ടാ? വലിയ വലിയ ആശുപത്രിയിൽ പോകും ഇല്ല. പനി വന്നാൽ ആദ്യം എന്ത് ചെയ്യും? വീടിന്റെ അടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഹോസ്പിറ്റൽസിലോ പോയിട്ട് ഹെൽത്ത് സെന്ററിലോ പോയിട്ട് എന്ത് ചെയ്യും? മരുന്ന് മേടിക്കും. എന്നിട്ട് മാറണില്ല എന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അതിലും വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുള്ളൂ. അപ്പൊ ഇത്തരം ഹെൽത്ത് പോളിസി നമുക്ക് വീടിന്റെ അടുത്തൊക്കെ ആശുപത്രികളുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേഗം തന്നെ അങ്ങോട്ടേക്കൊക്കെ പോകണം. ചിലപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം? നമ്മൾ ചിലപ്പോൾ മടിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് എന്താണ് വീടിന്റെ അടുത്തൊക്കെ ഹെൽത്ത് സെന്റർ ഉള്ളതുകൊണ്ട് വേഗം തന്നെ എന്ത് ചെയ്യും? അസുഖം ഒന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറൊന്നുമില്ല. മലയാളികൾ വേഗം അങ്ങോട്ട് പോയി ചികിത്സിക്കും. അതാണ് ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി. ഓക്കെ, അടുത്തത് ക്ലീൻലിനെസ്. അത് നമുക്ക് ആർക്കും പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളികൾ വളരെ ശുചിത്വമുള്ള ആളുകളാണ്. വളരെ ശുചിത്വമുള്ള ആളുകളാണ്. അറപ്പും വെറുപ്പുമുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അല്ലേ? ഇപ്പൊ ഭക്ഷണ കാര്യങ്ങളിലായാലും ജീവിത സാഹചര്യങ്ങളിലായാലും കുളിക്കാതെ ഒന്നും ജീവിക്കുന്ന ഒരാൾ പോലും മലയാളികളില്ല അല്ലേ? നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്, എല്ലാ ദിവസവും ശുചിയാകുന്നവരാണ്. അപ്പോൾ ശുചിത്വം നമുക്കുണ്ട്. വളരെ വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ പരിസര ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ആര്? മലയാളികൾ. ഓക്കെ, ഏറ്റവും അവസാനത്താണ് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഭക്ഷണ ലഭ്യത. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ശരീരം വീക്കാവും, ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം കേരളമാണ്. ദരിദ്രം എന്ന് പറഞ്ഞ ശതമാനം 1% താഴെയാണ്. 1% പോലും ദരിദ്രത ഇന്ത്യയിൽ കേരളത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളത് 0.56% എന്തുവാണ്? അവരെയും ഇല്ലാതാക്കാനുള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള അവസ്ഥ റേഷൻ കടകൾ വഴിയും മറ്റ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴിയായാലും മാവേലി സ്റ്റോറും സപ്ലൈകോ വഴിയായാലും എന്താണ് ഭക്ഷണം എല്ലാവർക്കും കിട്ടണമെന്ന് ഉറപ്പാക്കാൻ ആരെ കൊണ്ട് കഴിയുന്നുണ്ട്? സർക്കാരിനെ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോ ഇത്തരം രീതിയിലൂടെ അല്ലെങ്കിൽ ഇത്തരം നടപടികളിലൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത്? കേരളത്തിൽ ആയുർദൈർഘ്യം കൂടാനുള്ള കാരണമായേക്കുന്നത്.
ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇനി പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞ വൺ വേർഡുകൾ. സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി പാസ്സാക്കിയ വർഷം 2013 സംസ്ഥാന വയോജന നയം പാസ്സാക്കിയ വർഷം 2013 ചിലപ്പോൾ അതൊരു വൺ വേർഡ് ചോദിച്ചേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുകൊണ്ടെടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല. എന്താണ് സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി എന്നൊന്നും പഠിക്കേണ്ട. വയോജനങ്ങൾക്കായിട്ട് സർക്കാർ കൊണ്ടുവന്നേക്കുന്ന ഒരു നയമാണ് വയോജന നയം, ഓൾഡ് ഏജ് പോളിസി. ഏത് വർഷമാണ് കൊണ്ടുവന്നേക്കുന്നത്? 2013. ഇനി വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 14567. അതും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് പഠിക്കണം, ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും. അവർക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 14567. 14567 സിമ്പിൾ ആണ്, 14567. ഓക്കെ, അപ്പോ അതും കൂടി അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്തത് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ. പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ, ജനസംഖ്യാ ഘടന നോക്കാം. ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് റിലേറ്റീവ്ലി ഇൻ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്. ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്ന് പറയുന്ന കണക്കിനെയാണ് ആ ഒരു ആപേക്ഷ കണക്ക്. ഇപ്പോ 0 മുതൽ 14 വയസ്സ് വരെ ഒരു ഏജ് ഗ്രൂപ്പാണ്, 15നും 59നും അടുത്ത ഏജ് ഗ്രൂപ്പാണ്, 60ന് മീതിയിലേക്ക് ഒരു ഏജ് ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ഏജ് ഗ്രൂപ്പാണ് ഉള്ളത്. 0 to 14, 15 to 59, 60ന് മീതെ 3 ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഈ 3 ഏജ് ഗ്രൂപ്പിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പേരുണ്ട്? ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ടെങ്കിൽ 0 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ എത്ര പേര്, 15 മുതൽ 59 വയസ്സ് വരെയുള്ള എത്ര പേര്, 60 മീതെ പ്രായമുള്ള എത്ര പേര്? ആ ഒരു ഏജ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റീവ് കണക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ 0 മുതൽ 14 വയസ്സ് വരെ വന്നവരെ ചിൽഡ്രൻ കുട്ടികളായിട്ടും, 15നും 59നും ഇടക്ക് പ്രായമുള്ളവരെ യങ് പീപ്പിൾ യുവജനങ്ങളായിട്ടും, 60ന് മീതെ പ്രായമുള്ളവരെ എൽഡർലി അല്ലെങ്കിൽ പ്രായമായ മുതിർന്നവരായിട്ടുമാണ്, വയസ്സായവരുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യണം മക്കളെ, നോക്കി വെക്കണം. അതും കൂടി നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി വെച്ചേക്കാം. ഓക്കെ, തീരാനായി. അടുത്തതാണ് ഏജ് സ്ട്രക്ചർ റേഷ്യോ ഓഫ് ദി റിലേറ്റീവ്ലി ഓൾഡർ ഏജ് ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് യങ്ങർ ഏജ് ഗ്രൂപ്പ്. ദിസ് ഈസ് കോൾഡ് ഏജിംഗ് പോപ്പുലേഷൻ. അടുത്തൊരു ഡെഫിനേഷൻ ആണ് ഏജിംഗ് പോപ്പുലേഷൻ. അതായത് ജനസംഖ്യയിൽ പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുകയും പ്രായം കുറഞ്ഞ യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏജിംഗ് പോപ്പുലേഷൻ. ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വയസ്സായവരും വയസ്സ് കുറഞ്ഞ ആൾക്കാരുടെ എണ്ണം കുറവുമാണെങ്കിൽ അതിനെ നമ്മൾ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യയിലെ 150 കോടി ജനങ്ങളിൽ 60ന് മീതെ പ്രായമുള്ള ഒരു 100 കോടി ജനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ബാക്കി 50 കോടി യുവജനങ്ങളെ ഇന്ത്യയിലുള്ളൂ എന്ന് വിചാരിക്കുക. 100 കോടി ജനങ്ങള് വയസ്സായവരാണ്, ഏജ്ഡ് ആണ്. ഓക്കെ, ഇത് യൂത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ എന്ത് വിളിക്കും, ഏജിംഗ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. പ്രായമായവരുടെ എണ്ണം കൂടുന്ന പോപ്പുലേഷൻ, വയസ്സായവരുടെ എണ്ണം കൂടുന്ന പോപ്പുലേഷനെ നമ്മൾ ഏജിംഗ് പോപ്പുലേഷൻ അഥവാ വയസ്സൻ ജനസംഖ്യ എന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും പറയണ്ട, ഏജിംഗ് പോപ്പുലേഷൻ. പ്രായമായവരുടെ എണ്ണം കൂടുന്ന ജനസംഖ്യ വിളിക്കുന്ന പേരാണ് ഏജിംഗ് പോപ്പുലേഷൻ. പ്രായമായവരുടെ എണ്ണം കൂടുന്ന ജനസംഖ്യ എന്ത് വിളിക്കോടാ, ഏജിംഗ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ ആണ് മക്കളെ. ഇന്ത്യയിൽ ഇങ്ങനെയാണെന്നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 150 കോടി ജനങ്ങളിൽ 100 കോടി പ്രായമായവരാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് പോപ്പുലേഷൻ ആണ്, ഏജിംഗ് പോപ്പുലേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഏജിംഗ് പോപ്പുലേഷൻ ഒന്നല്ല, നിലവിൽ ഇന്ത്യയിലെ ഏജിംഗ് പോപ്പുലേഷൻ ഒന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, അപ്പോ പ്രായമായവരുടെ എണ്ണം കൂടുകയും പ്രായം കുറഞ്ഞ ആൾക്കാരുടെ എണ്ണം കുറയുകയും ചെയ്താൽ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ആണ് ഏജിംഗ് പോപ്പുലേഷൻ. ഏറ്റവും ലാസ്റ്റത്തതാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏജിംഗ് ഗ്രൂപ്പ്, യുവാക്കളുടെ ഏജ് എന്ന് പറഞ്ഞാൽ 14 മുതൽ 59 വരെയാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രായം, വർക്കിംഗ് ഏജ് ആയിട്ട് കണക്കാക്കുന്നത്, ജോലി ചെയ്യുന്നവരെ പ്രായമായിട്ട് കണക്കാക്കുന്നത് 15നും 64നും വയസ്സടക്കമുള്ളവരാണ്. 15 മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളെയാണ് വർക്കിംഗ് ഏജ് ആയി കണക്കാക്കുന്നത്. ജോലി ചെയ്യാൻ കഴിയുന്ന പ്രായമായിട്ട് കണക്കാക്കുന്നത് 15 മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളെയാണ്. 15ന് താഴെയുള്ളവരും വർക്കിംഗ് ഏജ് അല്ല, 64ന് മീതെയുള്ളവരും വർക്കിംഗ് ഏജ് അല്ല. 15 മുതൽ 64 വയസ്സ് വരെയാണ് വർക്കിംഗ് ഏജ്. അപ്പോ ഈ വർക്കിംഗ് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ജോലി ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആരാ? 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും 64 വയസ്സിന് മീതുള്ള പ്രായമായ ആളുകളും വയസ്സന്മാരും എന്താണ് ഈ ഒരു ഗ്രൂപ്പിന് ഡിപ്പെൻഡിങ് ആയിരിക്കും. അപ്പോ അത്തരം ആളുകളെയാണ് ഡിപ്പെൻഡന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. 15 വയസ്സിന് താഴെയുള്ളവരെയും 64 വയസ്സിന് മീതിയുള്ളവരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡന്റ് കാറ്റഗറി. 15 വയസ്സ് നോക്കിയേ, those who are below 15 years and above 64 years age, below 15 years above 64 years belong to dependent category.
അപ്പോ ഈ ഡിപ്പെൻഡന്റ് കാറ്റഗറിയിലുള്ളവർ മൊത്തം പോപ്പുലേഷന് എത്ര ശതമാനമാണെന്ന് പറയുന്നതാണ് മക്കളെ എന്ത് ഡിപ്പെൻഡൻസി റേഷ്യോ. അതായത് ഇറ്റ് ഈസ് ദി ക്രൈറ്റീരിയൻ യൂസ്ഡ് ടു കമ്പയർ ഡിപ്പെൻഡന്റ് കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് വർക്കിംഗ് പോപ്പുലേഷൻ. ഡിപ്പെൻഡന്റ് കാറ്റഗറിയെയും വർക്കിംഗ് പോപ്പുലേഷനെയും ടോട്ടൽ പോപ്പുലേഷനോട് കമ്പയർ ചെയ്യുന്നതാണ് മക്കളെ എന്ത് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ഡിപ്പെൻഡന്റ് കാറ്റഗറിയെയും വർക്കിംഗ് പോപ്പുലേഷനെയും കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത് മക്കളെ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ് ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ്. എന്ത് വിളിക്കും ഡെമോഗ്രഫിക് ഗിഫ്റ്റ് എന്നല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ് എന്ന് വിളിക്കും. അതായത് വർക്കിംഗ് ഏജ് 15 മുതൽ 64 വരെയാണോ വർക്കിംഗ് ഏജ്, 15 മുതൽ 64 വരെയാണോ വർക്കിംഗ് ഏജ്, ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും ജോലി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോടാ? ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും ജോലി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടാ? ഇല്ല. ചിലവര് ജോലി അന്വേഷിക്കുന്നവരാവാം, ചിലര് ജോലി പോയവരാവാം, ജോലി കിട്ടാത്തവരാവാം, കുറച്ചാളുകളായിരിക്കും ജോലി ഉണ്ടാവാം, അല്ലേ? ഓക്കെ, ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആയ ആൾക്കാരുടെ എണ്ണം കൂടുതൽ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറവ്. നോക്കിയേ, number of employed people to be more than number of unemployed people. നോക്കിയേ, ജോലിയുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലും ജോലി ഇല്ലാത്തവരുടെ എണ്ണം കുറവുമാണെങ്കിൽ അങ്ങനെയുള്ള പോപ്പുലേഷൻ നമ്മൾ എന്ത് വിളിക്കും ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ് എന്ന് വിളിക്കും. ജനസംഖ്യയില് ജോലിയുള്ളവരുടെ എണ്ണം കൂടുതലും ജോലി ഇല്ലാത്തവരുടെ എണ്ണം കുറവുമായാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ്. എന്ത് വിളിക്കോടാ ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡന്റ് എന്ന് വിളിക്കും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ഡിവിഡന്റ്. ഈ ജനസംഖ്യയില് ജോലിയുള്ള ആൾക്കാരുടെ കൂടിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താ? സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദി കൺട്രി ഇൻക്രീസസ്. രാജ്യത്തിന്റെ സാമൂഹിക വികസനവും സാമ്പത്തിക വികസനവും നടക്കും. ഒരു രാജ്യത്ത് സാമൂഹിക വികസനവും സാമ്പത്തിക വികസനവും കൂടും. അതാണ് ഡെമോഗ്രഫിക് ഡിവിഡന്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. സാമൂഹികമായിട്ടുള്ള വികസനവും സാമ്പത്തികമായിട്ടുള്ള വികസനവും വർദ്ധിക്കുന്നു. രണ്ടാമത്തത് എന്താ? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനം. രാജ്യത്തിനകത്തുള്ള ഉൽപാദനം കൂടുന്നു, ഉൽപാദനക്ഷമത കൂടുന്നു. ഓക്കെ, ഏറ്റവും അവസാനത്തെ എന്താണ്? ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ രാജ്യത്തിന് മാനവ വിഭവശേഷി ഉയർന്ന തലത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. എല്ലാവർക്കും ജോലി കിട്ടുമ്പോൾ മാനവ വിഭവശേഷി ഹ്യൂമൻ റിസോഴ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് മക്കളെ, പഠിച്ചു വെച്ചേക്കണം. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ഡിവിഡന്റ്. വളരെ സിമ്പിൾ അല്ലേടാ? ഇതോടുകൂടി നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ പാഠമാണ്. വലിയ തലവുണ്ടാക്കേണ്ട കാര്യമോ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമോ ഇല്ല. മനസ്സിലാക്കി പറ്റും, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ് ഈ പാഠം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കുക. കണ്ടിട്ട് മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. വെറുതെ കാണാപ്പാഠം പഠിച്ചു വെച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഒരു വട്ടം കേട്ടാൽ തന്നെ എല്ലാം മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഓക്കെ, ബൈ.